Praise be to God. ദൈവം മഹത്വപ്പെടാറാകട്ടെ. Good to see a considerable crowd this evening. Actually, it's making me cheerful. ഇത്രയും കൂടുതൽ ആൾക്കാരെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. It's also encouraging, when we have, I said it last class too, when we look at the face and then share from the word. ഇവിടെ സംസാരിക്കുന്നവർക്കും ഇതൊരു പ്രചോദനമാണ്, കാരണം ഇത്രയും ആളുകളുടെ മുഖം കണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ. And Abigail is here doing the translation on a very, very short notice, so keep him also in prayer. And I thank that he accepted to translate on a very short notice. Yes, please do pray for me. Okay. And while I was preparing through the through the epistle of Corinthians, as we know, we are reading through the chapter 3, right? നമ്മൾ മൂന്നാം അധ്യായമാണ്, കൊരിന്ത്യരിലെ മൂന്നാം അധ്യായമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിലൂടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ I got into a conclusion that Corinthians is not something easy to learn at all. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കൊരിന്ത്യർ ലേഖനം അത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അധ്യായമല്ല. It is, I would say it's a tough epistle. Of course, it's Paul's writing. So, of course, it has to be, it has got its own weight. ഇത് നമുക്കറിയാവുന്ന പോലെ പൗലോസ് എഴുതിയ ലേഖനമാണല്ലോ കൊരിന്ത്യർ ലേഖനം. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു കട്ടി ഈ അധ്യായത്തിനുണ്ട്, ഈ ഒരു ബുക്കിനുണ്ട്. He is intellectually far beyond. His divine knowledge is far beyond. Who are we to even compare to Paul to interpret what he has written and then speak about it? ഇവിടെ പോളിനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ ആത്മീയമായും അതുപോലെ ഒരു വേൾഡ്ലി നോളജിലും വളരെ വലിയൊരു വ്യക്തിയാണ്. നമ്മൾക്കൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. And not only that, if you look at the history, when Baijas took that class earlier, this is not the first time Paul is writing to Corinthians. At least he has written 2 or 3 times to Corinthians. And this letter is writing because he's coming on a very harsh manner, with a stick or in a very, in a different fashion to make Corinthians understand and follow or obey what he is telling. ദൈവം കൊരിന്ത്യൻസിന് എന്താണോ അനുസരിക്കേണ്ടതുള്ളത് അത് ഏറ്റവും കഠിനമായും ഏറ്റവും വലിയ വാക്കുകൾ ഉപയോഗിച്ചും പോൾ എഴുതിയ ഒരു അധ്യായമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഭാവിച്ചായം വഴി പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് കേട്ടതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് എഴുതിയ ഒരു അധ്യായമാണ് കൊരിന്ത്യ ലേഖനം. So we also saw this, to whom the Corinthians letter is addressed to whom? Of course, Corinthians, but within Corinthians, in spiritual level. കൊരിന്ത്യൻസില് ഇത് ആർക്കാണ് പ്രത്യേകമായിട്ട് എഴുതുന്നത്? നമുക്കറിയാം കൊരിന്ത്യർക്കാണ് എഴുതുന്നതെന്ന്, എന്നാൽ ഇത് ആർക്കാണ് സ്പെഷ്യലി എഴുതിയിരിക്കുന്നത്? Kids, to whom? പിള്ളേരോടാണ് ചോദ്യം. Christians. Christians. Clue. Or believers. Carnal, right? The carnal people, the carnal believers of the church. ജഡീകരായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ് എന്ന് നമുക്കറിയാം. So I was thinking, if Paul is writing this, how much of these carnal Christians would have grasped this depth of truth that he has written? I don't know. അവർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കും? ഈ ജഡീകരായിരിക്കുന്ന മനുഷ്യർക്ക് ഇത്ര കട്ടിക്ക് പൗലോസ് എഴുതിയപ്പോൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. But anyway, it is for our spiritual edification that we are spending time to learn collectively what is Paul trying to reveal through the epistle. ഈ ലേഖനത്തിലൂടെ പൗലോസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചിന്തിച്ച് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ സമയം എടുക്കാം. But one thing is for sure, the relevance of Corinthians, the epistle to the Corinthians, absolutely relevant to today's churches, today's brethren churches. That is absolutely sure, 100% sure. ഒരു കാര്യം 100% ഉറപ്പത്തിൽ പറയാൻ പറ്റും. കാരണം ഈ കൊരിന്ത്യർ ലേഖനം ഇക്കാലത്തെ വിശ്വാസികൾക്കും വിശേഷാൽ ബ്രദറൻ സഭയ്ക്കും ഉറപ്പായിട്ടും ആവശ്യമുള്ള ഒന്നാണ്. അത് ഇപ്പോഴും റെലവന്റ് ആണ്. So let's go ahead in the class. Before the study, we'll do a quick summary of what we were and where we left, and then go to the today's meditation. ഇന്നത്തെ ചിന്തയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം.
So up on the screen, you could see the Paul planting and Apollos watering, two ministries done by two different ministers in the church of Corinth. കൊരിന്ത്യ സഭയിൽ രണ്ട് ശുശ്രൂഷകർ രണ്ട് പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് പൗലോസ് നടുന്നതും അപ്പല്ലോസ് നനയ്ക്കുന്നതുമായിട്ടുള്ള രണ്ട് പ്രവൃത്തി നമ്മൾ കണ്ടു. These two tasks are not conflicting but are complementing. ഇത് രണ്ടും എതിർത്ത് നിൽക്കുന്നില്ല, എന്നാൽ രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ കേട്ടു. But for the two individual tasks, the growth or the prosperity is given by God himself. എന്നാൽ ഈ രണ്ടിന്റെയും ഫലം എന്ന നിലയിൽ ആ വളർച്ച കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നമ്മൾ കേട്ടു. Whether it's Paul who is doing the work, whether it's Apollos doing the work, the growth, the prosperity comes from God. പൗലോസ് വേല ചെയ്തോട്ടെ, അപ്പല്ലോസും വേല ചെയ്തോട്ടെ, എന്നാൽ വളർച്ച നൽകുന്നത് ദൈവമാണ്. And the second illustration that we were looking at is about the building. നമ്മൾ രണ്ടാമത് കണ്ട ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് പണിയുന്നതിനെ കുറിച്ചാണ്. So there is already a specimen for the foundation for the church to be laid. എന്നാൽ ആ ബിൽഡിംഗ് പണിയുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിനൊരു അടിസ്ഥാനമുണ്ട്. The blueprint of the church, or the blueprint of the foundation is already there, and that is Jesus Christ himself and his gospel. എന്നാൽ അതിന്റെ ബ്ലൂ പ്രിന്റ്, അതിന്റെ രൂപരേഖ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന് നമ്മൾ കേട്ടു. So what is Paul doing in his ministry? He is using that blueprint, the foundation, and laying in the place of Corinth. എന്നാൽ ഇവിടെ പൗലോസ് ചെയ്യുന്നത് കർത്താവായ ദൈവം നൽകി തന്ന ആ ഒരു രൂപരേഖ വെച്ച് ആ അടിസ്ഥാനം പണിയുകയും അത് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പണിത് കൊടുക്കുന്നതായിട്ട്. That is why in the picture you could see the foundation mentioned as Jesus Christ. So Jesus Christ as the specimen, as the blueprint, Paul is laying that foundation of the Corinth church. ഇവിടെ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അടിസ്ഥാനമായി നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ രൂപരേഖയിൽ തന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ പൗലോസ് കൊരിന്തിൽ സഭ പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. On the foundation being laid by Paul on behalf of Christ, the members of the church are, building the structure of the church. പൗലോസ് ഓരോ അടിസ്ഥാനവും ഇടുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ, അല്ലെ യേശുക്രിസ്തുവിനാൽ. എന്നിട്ട് അവിടുത്തെ സഭ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളാണ് ബാക്കി പണിത് കയറുന്നതായിട്ട് നമുക്ക് കാണുന്നത്. So who is the one who is prominent in building the structure of the Corinth church? Corinth church പണിയാനായിട്ട് മുഖ്യൊരു പങ്ക് വഹിച്ച ഒരാളുടെ പേര് പറയാമോ? Kippy is telling the answer. Good. Apollos is contributing in building the church on the foundation laid by Paul. പോള് പണിതിരുന്ന അടിസ്ഥാനത്തിൽ നിന്ന് അപ്പല്ലോസ് ആണ് കൂടുതൽ സഭയെ പണിത് കയറ്റുന്നത്, ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. So again, two ministers doing two different ministry for the Lord. ഇവിടെയും രണ്ട് ശുശ്രൂഷകന്മാർ രണ്ട് നിലയിലുള്ള ജോലികൾ കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. But this illustration is a bit different from what the earlier illustration about the plant or the farmland which Paul mentioned. എന്നാൽ ഈ ഉദാഹരണം മുമ്പ് പറഞ്ഞ നനയ്ക്കലും നടലും പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. It is different from a perspective of what material that each one of you are using in building the structure of the church. എന്നാൽ ഇവിടെ കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, വസ്തു എന്താണ്, സഭ പണിത് ഉയർത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെ കുറിച്ചും കൂടുതലായി രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറയുന്നതായി കാണാം. So there are 6 materials which we discussed in the last class. നമ്മൾ അവസാന ക്ലാസ്സിൽ 3 വ്യത്യസ്തമായ വസ്തുക്കൾ കാണാൻ സാധിച്ചു ചർച്ച് പണിയാൻ ഉപയോഗിച്ചതായിട്ട്. And we see that the materials were in 2 categories. One is of the superior category, one is of the inferior categories. Superior. ഓക്കെ, നമ്മൾ 2 നിലയിലുള്ള വസ്തുക്കളാണ് അവിടെ കണ്ടത്. ഒന്ന് ഉയർന്ന വാല്യൂ ഉള്ളതും ഉയർന്ന മൂല്യമുള്ളതും, മറ്റേത് താഴ്ന്ന ഒരു വസ്തുക്കളുമായിട്ട് നമ്മൾ കണ്ടു. So the superior materials were gold, silver and precious stones.
ആദ്യത്തെ വിലയേറിയതായിട്ട് നമ്മൾ കാണുന്നത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഈ 3 വസ്തുക്കളാണ്. And the inferior materials are wood, hay, and straw. വളരെ മോശമായിട്ടുള്ള പെട്ടെന്ന് പോകുന്നതായിട്ടുള്ള മെറ്റീരിയൽ കാണുന്നത് മരം, പുല്ല്, വൈക്കോൽ. Yeah. But the interesting point that we could note is that you can build the church with any of these 6 materials. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതിൽ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് സഭ പണിയാൻ സാധിക്കും. You can use either gold, silver, or precious stones, or you can choose to use wood, hay, wood, straw, and hay. നമുക്ക് മരം, പുല്ല്, വൈക്കോലോ, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, ഇതിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സഭ പണിയാൻ സാധിക്കും. The church members or the ministers of the church may not be able to evaluate what material that you're truly using in building the church. എന്നാൽ സഭ പണിയുന്നതായിട്ടുള്ള സഭയിലെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ എൽഡേഴ്സ്, മുതിർന്നവർ, അവർ തീരുമാനിക്കുക, അവർ മനസ്സിലാക്കുക നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സഭ പണിയുന്നത് എന്നുള്ളത്. അവർക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധ്യമാവില്ല ഈ വ്യക്തി എന്തുകൊണ്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ആ സഭ പണിതിട്ടുള്ളത്, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ബട്ട് ദാറ്റ് വുഡ് കം എവിഡന്റ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അവർക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും നിത്യതയിൽ ന്യായം മുമ്പാകെ നിൽക്കുമ്പോൾ അവർക്കത് വെളിപ്പെടും. In the front of the bema seat, when each one of the believers stands, he would get to know what is that particular material that they've used for constructing it. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടും അവരെന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ ആ സഭയെ പണിതത് എന്നുള്ളത്. Now, there is a question which comes: what does this wood, straw, and hay indicate? ഇവിടെ നമ്മൾക്ക് മരം, പുല്ല്, വൈക്കോൽ, ഈ 3 വസ്തുക്കൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ് കാണിക്കുന്നത്? മലയാള പാട്ടുണ്ടല്ലേ, മരം, പുല്ല്, വൈക്കോൽ, ഇവകൾ അല്ലേ? There's a song there also. So what does it indicate? What is those materials indicate? ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? So this shows that, as Paul was mentioning in the earlier verses, whether we are building the church with selfish motives, നമ്മളുടേതായിട്ടുള്ള ഒരു സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ, or are we using envy to build the church? നമ്മൾ അസൂയയുടെ പുറത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, or you are a person who is bringing strife into the church, സഭയിൽ വഴക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഇടയാക്കുമ്പോൾ, കലഹം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, or are you a person who is contributing to divisions in the church? ചർച്ചിൽ തന്നെ, സഭയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കുമ്പോൾ, then you are using inferior materials. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ മോശമായിട്ടുള്ള വസ്തുക്കളാണ്. You know why this is so serious? And God is doing the testing through fire. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ദൈവം തീയിൽ കൂടി നമ്മളെ നടത്തും. So the small flowchart that you see here, the man's work, the test of fire, which is the God's judgment, it will reveal very clearly what remains and what would burn up. ഇവിടെ ഒരു നല്ലൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. മനുഷ്യന്റെ വേലയെ കാണിക്കുന്നു, ആൻഡ് ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്, ന്യായവിധി കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിൽ കൂടി, ആ തീയിൽ കൂടി മനുഷ്യൻ പോകുമ്പോൾ എന്താണ് നിലനിൽക്കുന്നതെന്നും എന്താണ് കത്തിപ്പോകുന്നതെന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. It is very important to God because you are trying to build the structure on the foundation, which is, who is the foundation? Jesus Christ. It is on Him that you are trying to build the structure of church. So beware, very careful, cautious, warning that Paul is telling, be very careful what you're putting on the foundation to build the structure of the church. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണ് സഭയെ കൊണ്ട് പണിയുന്നത്, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമായിരിക്കുന്ന അതിനു മുകളിലാണ് നമ്മൾ ഈ മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടും ദൈവവും പൗലോസും ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്തിനാൽ പണിയുന്നു എന്ന്, എന്തുകൊണ്ട് പണിയുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന്. And the verse 15 ends with saying, what will be the reward for the person who uses superior materials
and inferior materials. എന്നാൽ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതാലും അതിന്റെ അവസ്ഥ എന്തിലൂടെ കടന്നു പോകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. The one who is using gold, silver, and precious stone, such as that, for example, I am not the judge, perhaps like how Paul is building or Apollos building, there will be a reward and recognition for those. ഈ പൊന്ന് വെള്ളി വിലയേറിയ കല്ല് ഇന്ന കൊണ്ട് പണിയുന്ന ആളുകൾ അങ്ങനെയുള്ളവരുടെ ഇതിലൂടെ കടക്കുമ്പോഴും അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു റിവാർഡ് ദൈവത്തിൽ നിന്നുണ്ടാകും. But the one who is using the wood, hay, and straw, that will be a real destruction. He will be a person who would be put to shame on that day of recognition. എന്നാൽ മരം പുല്ല് വൈക്കോലും കൊണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്നവർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവർ നിന്ദിക്കപ്പെടും. അവർ ആളുകളുടെ മുമ്പിൽ ഈ സമയത്ത് ദൈവത്തിന് മുമ്പിലും നിന്ദിതരായിത്തീരും എന്നുള്ളത് ഉറപ്പാണ്. The only thing that he will have is his eternal life. ആകെ ആ വ്യക്തിക്ക് പിന്നെ ഉണ്ടാകുന്നത് നിത്യജീവൻ മാത്രമാണ്. Imagine a building is set on fire. ഒന്ന് ആലോചിക്കുക, ഒരു വലിയൊരു ബിൽഡിംഗ് തീ കത്തി. And the fire rescue operation is coming to rescue the people from the fire. അവിടുന്ന് രക്ഷാപ്രവർത്തകർ അവിടെ വന്നു, ആളുകളെ രക്ഷിക്കുവാൻ വന്നു. And then the last person is getting rescued from the building. അവസാന വ്യക്തിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അവരെ രക്ഷിച്ചു. Maybe with first degree, second degree, or third degree of burn. Life is there, but then you have a first degree, second degree, or third degree of burn. എല്ലാവരും രക്ഷപ്പെട്ടു, എന്നാലും അവിടെയും 3 കാറ്റഗറി ആയിട്ട് ഒരു ആളുകൾ കൂടുതൽ വെന്തുപോയി, മറ്റൊരു കുറച്ച്, അങ്ങനെ 3 കാറ്റഗറി എന്തായാലും ഉണ്ടാകും. I'm just putting an example for you to understand, because it's a fire language, right? Category 1, 2, 3 burn, whatever it is. And you know, the person's life is there. He will be saved, but he will have the impact of coming through the fire. And that is the intensity that Paul is trying to build here by saying loss. That mere escape, the last moment escape from a burning building, will be the condition of the person who builds the church with envy, strife, selfishness, false teaching, divisions. ഇവിടെ നമ്മൾ കണ്ടത്, ആ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ, ഒരു വ്യക്തി അവസാനമായി രക്ഷപ്പെട്ടെങ്കിലും, അവന് സ്വന്തം ജീവൻ രക്ഷപ്പെട്ടെങ്കിലും, അതിലൂടെ കടന്നുപോയ ആ ചൂടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവൻ അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നതും പ്രയാസം ഉണ്ടാക്കുന്നതും ദോഷം ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളുടെ അവസ്ഥയും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർക്ക് ആ ജീവൻ മാത്രം കിട്ടിയെന്നേ ഉള്ളൂ, എന്നാൽ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. I hope you are clear with the 2 illustrations. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ 2 ഉദാഹരണങ്ങൾ കൊണ്ടും മനസ്സിലായെന്നാണ്. Now let's go to the third illustration that Paul is trying to deal with. എന്നാൽ 3-ാമത്തെ ഉദാഹരണത്തിലോട്ട് നമുക്ക് കിടക്കാം. Paul is building the intensity from 1 to 3. The third illustration is the one he is really coming really hard on Corinthians to say that this is something very serious that you need to look into. ഇവിടെ പൗലോസ് 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും 1, 2, 3ലേക്ക് കടക്കുമ്പോഴും അതിന്റെ കട്ടികൾ കൂടി വരികയാണ്. 3-ാമത്തെ ഉദാഹരണത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. Can somebody read verse 16 in Malayalam, please? 16-ാം വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും മലയാളത്തിൽ? So we see here, do you not know that? ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയില്ലയോ എന്നാണ് ആദ്യം. This question is repeated 10 times in this epistle. ഈ ഒരു ലേഖനത്തിൽ തന്നെ നമ്മൾക്ക് 10 തവണ നിങ്ങൾക്കറിയില്ലയോ എന്നുള്ള നിലയിൽ ഉള്ള വാക്ക് കാണാൻ സാധിക്കും. A rhetorical question for the answer to which the answer is yes. They are supposed to know. എന്നാൽ ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്ന കാര്യമാണ്. അത് യെസ് എന്നായിരിക്കും അതിന്റെ ആൻസർ. നിങ്ങൾക്ക് അറിയാൻ മേലെ എന്നുള്ള നിലയിൽ ചോദിക്കുന്നു. But do they act accordingly? That's how he starts with a question, this particular verse. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ചോദ്യം തുടങ്ങുന്നത്, നിങ്ങൾക്ക് അറിയില്ലയോ എന്നുള്ള നിലയിൽ. Now the word you, do you, it in
In Greek, that's a plural, which means it is a we. It represents the church. ഡു യു എന്നുള്ള നിലയിൽ അതിനെ ഗ്രീക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, കൂടുതൽ ആൾക്കാരുണ്ട്, ഒരാളെ കുറിച്ചല്ല പറയുന്നത്. So we say that as a church, do you not know that you are a temple of God? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. In Greek, the temple of word has two meanings. ഇവിടെ ഗ്രീക്കിൽ ദൈവത്തിന്റെ മന്ദിരം എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. One is the consecrated or the enclosed area. എല്ലാ സൈഡിലും മൂടപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥലത്തിനും ടെമ്പിൾ എന്ന് പറയുന്നത്. And other is the temple as a sanctuary, the very place where the presence of God is there. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തിനും മന്ദിരം എന്ന് ഗ്രീക്കിൽ പറയുന്നു. So this is the temple sanctuary, the place where the very presence of God is there. ഏറ്റവും വിശുദ്ധമായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തിനും മന്ദിരം എന്ന് ഗ്രീക്കിൽ പറയും. In Old Testament, the temple means the earthly dwelling place of God. എന്നാൽ പഴയ നിയമത്തിൽ ലോകത്തിൽ ദൈവം വന്ന് നിൽക്കുന്നതായിട്ടുള്ള സ്ഥലത്തിനാണ് മന്ദിരം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. But in the New Testament, this temple signifies where the Holy Spirit indwells in a group of people. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് നിൽക്കുന്നതിനാണ് മന്ദിരം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന കൂട്ട ജനങ്ങൾ കൂടുന്ന ആ സ്ഥലത്തിനെയാണ് the temple, which is the local church. Yes, അതാണ് പ്രാദേശിക സഭ. In other words, a place where a group of people with the Holy Spirit indwelling in them gather. A group of people in whom the indwelling of the Holy Spirit gather. അതായത് ഒരു കൂട്ടജനം അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നവർ കൂടുന്ന സ്ഥലമാണ് മന്ദിരം. Okay. And and that is why we need to understand that the Spirit of God indwells in each one of us. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. The Holy Spirit doesn't indwell in the physical structure. പരിശുദ്ധാത്മാവ് ഈ നമ്മൾ കാണുന്നതായിട്ടുള്ള സ്ട്രക്ചറിൽ ഒരു കെട്ടിടത്തിൽ അങ്ങനെയല്ല നിൽക്കുന്നത്. But from each one of us who gather. I'm telling this for the Sunday school kids also to understand. That's why. നമ്മളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ആയിരിക്കുന്നത്. So dwell means to live at home. To live at home. വീട്ടിൽ താമസിക്കുന്നതിനാണ് dwell. താമസിക്കുക എന്നുള്ളത് ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇവിടെ പറയുന്നത്. So the Holy Spirit continually indwell or inhabit in the people of God. Holy Spirit continually inhabit in the people of God. ദൈവ മക്കളിൽ പരിശുദ്ധാത്മാവ് ഒരു വീട്ടിൽ എന്ന പോലെ അവരുടെ ഉള്ളിൽ ആയിരിക്കുകയാണ്. And so God chose church his home. അതുകൊണ്ട് ദൈവം നമ്മളുടെ ഹൃദയം ഒരു ഭവനമായി അതിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വസിക്കുന്നു. There's a difference between indwelling of the Holy Spirit and filling of the Holy Spirit. ഇവിടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിലും പരിശുദ്ധാത്മാവിന്റെ നിറവും തമ്മിൽ വ്യത്യാസമുണ്ട്. Indwelling is permanent. വസിക്കുക എന്നുള്ളത് ഇവിടെ നിശ്ചിതമാണ്, എപ്പോഴും ആയിരിക്കുന്നതാണ്. Filling is conditional. എന്നാൽ നിറയുക എന്നുള്ളത് ഒരവസ്ഥയാണ്. Whenever a believer confess their sin and accept being under the lordship of Jesus Christ and proclaim that he is Lord, through the work of the Holy Spirit, through the filling of the Holy Spirit, he gets saved. ഒരുവൻ കർത്താവ് തന്നെ ദൈവം എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ അവന് പരിശുദ്ധാത്മാവിന് ലഭിക്കും, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും, അവൻ രക്ഷിക്കപ്പെടും. And the Holy Spirit continually indwells in that person. എന്നാൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പിന്നെ പൂർണ്ണമായും എപ്പോഴും അവന്റെ ഹൃദയത്തിലായിരിക്കും. And so Paul is telling here that you should allow this indwelling Holy Spirit
to control your life. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ആയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ നയിക്കണമെന്നാണ്. With this, let's go to verse 17. Somebody read verse 17. please. ഇതിന്റെ ബന്ധത്തിൽ തന്നെ നമുക്ക് 17-ാം വാക്യം കൂടെ വായിക്കാം. So we see here, it starts with, if any man destroys, it's a conditional statement, it's a warning. ഇവിടെ ഈഫ് എന്ന നിലയിൽ, ആരെങ്കിലും എന്നുള്ള നിലയിലാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And anyone is any believer in the church. ആരെങ്കിലും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏത് വ്യക്തിയും, സഭയിലെ ഏത് വിശ്വാസിയും ആയിക്കോട്ടെ. Destroys the church. If you are defiling or you are destroying by corrupting the church, സഭയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ, Paul is warning that if any carnal believer is trying to destroy or harm the church, where a group of believers gather in whom the Holy Spirit is indwelling, പരിശുദ്ധാത്മാവ് കൂടിയിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തെ ഏതെങ്കിലും ജഡീകനായ മനുഷ്യൻ നശിപ്പിക്കുവാൻ തീരുമാനിച്ചെങ്കിൽ, he or she will face the judgment of God. അവൻ അല്ലെങ്കിൽ അവൾ കർത്താവായ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിൽക്കേണ്ടി വരും. This is the strongest statement written in the New Testament. പുതിയ നിയമത്തിൽ ഏറ്റവും കഠിനമായിട്ട് എഴുതിയിരിക്കുന്ന, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതായിട്ടുള്ള ഒരു വാക്യമാണ്. This is the strongest warning ever mentioned in the New Testament. സ്ട്രോങ് ആയിട്ട്, ഏറ്റവും കഠിനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാർണിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. To those who trying to take the church lightly, സഭയെ വളരെ ലാഘവത്തോടെ ആരെങ്കിലും കണ്ടാൽ, and trying to destroy it with human wisdom, divisions, envy and strife. നമ്മളുടെ ദുഷ്ടത കൊണ്ടോ, നമ്മളുടെ ഭിന്നത കൊണ്ടോ, പ്രയാസം കൊണ്ടോ, അസൂയ കൊണ്ടോ സഭയെ നശിപ്പിക്കുവാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ, church is ദൈവം അവരെ നശിപ്പിച്ചു. Church is a place, we saw that it's like the corporate indwelling of the people who's in whom the Holy Spirit is indwelling. നമ്മൾ കണ്ടു, സഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടം ആളുകളിൽ ഒരുമിച്ചായിരിക്കുന്നത് ആണ്. And hence, those who are responsible for dismantling or harming or bringing down the structure of the church, you can expect for sure God's judgment. എന്നാൽ അങ്ങനെയുള്ള സഭയെ നശിപ്പിക്കുവാൻ, അതിന്റെ ഒരു ഘടനയെ തകർക്കുവാൻ ആരെങ്കിലും നോക്കിയാൽ ഉറപ്പായും ദൈവത്തിന്റെ ന്യായവിധി അവരിലേക്ക്. God will destroy him is a word that is of sure, 100%. It's bound to happen with certainty. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ട് 100% അത് അവരെ നശിപ്പിക്കും എന്നുള്ള It is a serious offense against God and his church. ഇത് ദൈവത്തിനെതിരെ ചെയ്യുന്നതിലെ ഏറ്റവും വലിയ തെറ്റാണ്. അത് ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. And the reason why is what in the later part of the sentence. For the temple of God is holy, and that is what you are. അത് അവസാനം എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. The church is holy, which means the church is set apart, exclusive for God's purpose. സഭ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാണ്. കാരണം അത് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ദൈവം തന്നെത്താൻ നിർത്തിവെച്ചിരിക്കുന്ന ഒന്നാണ്. Because the church is sacred, വിശുദ്ധമായതുകൊണ്ട്, സഭ വിശുദ്ധമായതുകൊണ്ട്, it should not be treated like anything else, such as we see in the social value system. നമ്മളുടെ സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള നിലയിൽ നമ്മൾ സഭയെ ഒരിക്കലും ട്രീറ്റ് ചെയ്യരുത്. കാരണം അത് വിശുദ്ധമാണ്. Not as a club, not as a place where you can just be very light about doing things. നമ്മൾ ക്ലബിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏറ്റവും ലഘുവായിട്ട് കാണുന്ന സമൂഹത്തിലെ കാര്യങ്ങളെ പോലെ സഭയെ ഒരിക്കലും വിലയിരുത്തരുത്. How the language is written in the Old Testament, we know about it, right? An eye for an eye. It's the same language in which this is written. If a man destroys, God will destroy. An eye for an eye.
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പോലെ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന നിലയിൽ തന്നെയാണ് ഇവിടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭയെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറയുന്നു. If the church leader or a believer ruins the church through false teachings, envy, strife, and divisions, God will bring ruin upon that person. ഒരു വ്യക്തി സഭയിലെ വലിയ ആളായിക്കോട്ടെ വിശ്വാസി ആയിക്കോട്ടെ ആരെങ്കിലും സഭയെ നശിപ്പിക്കുവാൻ ഭിന്നത കൊണ്ടോ പ്രയാസം കൊണ്ടോ അസൂയ കൊണ്ടോ അതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ദൈവം ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ നൽകും, അവരെ നശിപ്പിക്കും. It is also a difficult passage to interpret how God would be destroying this person. ഇത് എങ്ങനെ ദൈവം നശിപ്പിക്കും എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുള്ള ഒരു വാക്യമാണിത്. After looking at a few things, what I could at least conclude is God's retaliation could cause that person to utterly perish by facing temporal judgments in this life. അതായത് ഈ ലോക ജീവിതത്തിൽ തന്നെ അവന് അതിനുള്ള വിധി ദൈവം നൽകുന്നതായിരിക്കും. And the person, we saw that in the earlier ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കി, അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ അവസ്ഥ, അല്ലെങ്കിൽ ആ പേഴ്സന്റെ അവസ്ഥ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ദാറ്റ് ഹി ഗോട്ട് റെസ്ക്യൂഡ് ഫ്രം ദ ഫയർ. ദാറ്റ് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺ ഇൻ ദ ചർച്ച് ഹു ഇസ് trying to dismantle or ruin the church. God will ruin that person. നമ്മൾ ആദ്യം കണ്ട ഒരു എക്സാമ്പിളിൽ പോലെ ഒരു കെട്ടിടം കത്തുമ്പോൾ അവിടുന്ന് അവസാനം രക്ഷപ്പെടുന്ന വ്യക്തി വളരെ ബുദ്ധിമുട്ടിലൂടെയും പൊള്ളലിലൂടെയും ഒക്കെ ആയിരിക്കും പോകുന്നത്. അതേ അവസ്ഥയായിരിക്കും ദൈവസഭയെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ പ്രയാസത്തിലൂടെയും ലോകത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിലൂടെയും പോകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. I don't know, when I was doing this, I don't know, the ones who have grown at least in the brethren houses, you would have heard this statement sometime that ദൈവസഭയിൽ വെറുതെ കയറി കളിക്കുവാണെങ്കിൽ ദൈവം അവനെ വെറുതെ വിടില്ല, അവനെ നശിപ്പിക്കുന്നത്. അവർ കേൾക്കാറുണ്ട് വേഴ്സ് അല്ലേ, ഫ്രം അവർ ഗ്രാൻഡ് പാരന്റ്സ് ഓർ അപ്പച്ചന്മാർ ഓർ സംതിങ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കേൾക്കുന്ന അതേ വാക്കുകൾ ബ്രദറൻകോളത്തിൽ ജനിച്ചു വളർന്നവർക്കറിയാം. സഭയോട് പണിതാൽ കളിച്ചാൽ അവന് വെറുതെ പോകത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആകും ആ വ്യക്തിയുടെ അവസ്ഥ. God, it also shows that how God is possessive and protective about his church. It is his church. He is protecting us. He is a zealous God and the church is his. അതുകൊണ്ട് if you are going to play around with this, if you are going to ruin this, destroy this, God will take it as destroying you. ദൈവം ഏറ്റവും സംരക്ഷിക്കുന്ന, ദൈവം ഏറ്റവും സ്നേഹിക്കുന്നതായിട്ടുള്ള ഒന്നാണ് സഭ. അതുകൊണ്ട് അതിനോട് കളിക്കാൻ നിന്നാൽ, അതിനെ നശിപ്പിക്കാൻ നോക്കിയാൽ ദൈവം ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ ആ വ്യക്തിക്ക് കൊടുക്കും എന്നുള്ളത്. When I was preparing this, I was also like, once I understood the whole depth of it, I couldn't really get to, I was like introspecting myself. Oh God, where am I? Where am I? I was like really dumbstruck. I don't know. I don't have an answer. ഞാനും ഇത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇതിന്റെ ഒരു തീഷ്ണത മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ എന്നെ തന്നെ വിലയിരുത്തുകയായിരുന്നു. Can somebody read Hebrews 10:31? എബ്രായർ 10:31. It is a terrible thing to fall in the hands of the living God. It's a terrible thing to fall in the hands of the living God. ജീവനുള്ള ദൈവത്തിലേക്ക് വീഴുന്നത് പ്രയാസം. Yeah, so one has to be very serious in the church matters, in what you're building the church, how you're ministering the church, what your intentions are, because you're building something on the foundation of which the blueprint is Jesus Christ himself. എന്നാൽ നമ്മൾ എങ്ങനെ സഭ പണിയുന്നു, എന്തുകൊണ്ട് സഭ പണിയുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും നോക്കേണ്ടതുണ്ട്. കാരണം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു നിലയിൽ, ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പണിയുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായിരിക്കണം. And with that, let's go to verse 18. Can somebody read verse 18? 18ാം വാക്യം വായിക്കും.
So Paul here is drawing a conclusion of various arguments, and illustrations that he has brought forth earlier. Paul is drawing a conclusion. എല്ലാത്തിനും ഒരു സാരാംശം വരുത്തുകയാണ് പൗലോസ് ഇവിടെ. We'll understand this. Can somebody read 1 Corinthians chapter 1 verse 18 and 19? 1 കൊരിന്ത്യർ 1-ന്റെ 18 19. Yeah. So, sorry, go ahead. Yeah. He is doing an application to the introduction that he gave in chapter 1, verse 18 and 19 here. ഇവിടെ 3-ാം അധ്യായം നമ്മളിപ്പോ വായിച്ച 18-ാം വാക്യത്തിൽ പറയുന്നത് 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ ഒരു സാരാംശം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 21 തൊട്ട് 23 വരെ ഒന്ന് വായിക്കൂ. സെയിം ചാപ്റ്റർ, ഫസ്റ്റ് 21 to 23. ദൈവത്തിന്റെ ജ്ഞാനം. Yeah, it is a conclusion of this argument or this statement that Paul is trying to bring here in chapter 3 that we just read in verse 18. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങളൊക്കെയും അതിന്റെയൊക്കെയും സാരാംശമാണ് നമ്മൾ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ 18 onwards. 3-ന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. This call is a call to change the carnal thinking of man's viewpoint to move to God's viewpoint. ജഡീകരായുള്ള മനുഷ്യർക്ക് മനുഷ്യരായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള നോട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിന്റെ നിലയിൽ, ദൈവം നോക്കുന്ന നിലയിൽ നോക്കുവാനായിട്ട് മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്, പറയുകയാണ്. So here the verse starts with, let no man deceive himself. ഇവിടെ വാക്യം തുടങ്ങുന്നത് തന്നെ ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. Will we be deceived? Could we be deceived ourselves? നമ്മളെ തന്നെ നമുക്ക് വഞ്ചിക്കാൻ സാധിക്കുമോ? Let no man deceive himself. സാധിക്കുമോ? Answer. Possible? Not possible? തന്നെത്താൻ വഞ്ചിക്കാൻ സാധിക്കുമോ ആളുകൾക്ക്? എങ്ങനെ? Sorry, Sheila? Trusting in our own wisdom. Yes, that's a good answer. By looking at our own wisdom, our own human judgment, we can deceive ourselves. And that's what Paul is saying here. ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ജ്ഞാനത്തിൽ തന്നെ നമ്മൾ ഊന്നുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ സാധിക്കും. The word here used is deceiving thoroughly. അതിലൊന്നും ബാക്കി വെച്ചിട്ടില്ല, മൊത്തമായിട്ട്. You are deceiving thoroughly. ഇവിടെ വഞ്ചിക്കുക എന്നുള്ള വാക്കിന്റെ റൂട്ട് വേർഡിൽ പറയുന്നത് പൂർണ്ണമായും വഞ്ചിക്കുക, എല്ലാം കൊണ്ടും വഞ്ചിക്കുക എന്നുള്ള നിലയിലാണ്. If any man among you thinks he is wise, he is deceiving himself. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ജ്ഞാനിയാണ്, ഈ ലോകത്തിൽ ജ്ഞാനിയാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇവിടെ. So not to deceive yourself, what you should do? നിങ്ങളെ തന്നെ വഞ്ചിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? What you should do? എന്താണ്? You must become നിങ്ങൾ fools. You should become foolish. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ അജ്ഞാനികളാക്കി തീർക്കണം. So that you may become wise. എന്നാൽ നിങ്ങൾ ജ്ഞാനികളായി തീരും. Paul is rebuking this deception in the Corinth church. ഇവിടെ deception എന്താ പറയാ? ഡിസെപ്ഷൻ ഈ വഞ്ചിക്കപ്പെടുന്ന ഈ കാര്യം, റൈറ്റ്? വഞ്ചിക്കപ്പെടുന്ന ഈ കാര്യം, അതായത് തന്നെത്താൻ വഞ്ചിക്കപ്പെടുന്ന ഈ കാര്യത്തിന് റിബ്യൂക്ക് ചെയ്യാണ്, കളിയാക്കുകയാണ്. How these people in the Corinth are thinking that they are wise? എങ്ങനെയാണ് കൊരിന്ത്യരിലെ ആളുകൾ അവര് ജ്ഞാനികളാണെന്ന് പറയുന്നത്? Let's ask from our Palari Vatam. I hope nobody is going to take
ഇവിടെ personally? How we പാലാരിവട്ട think, ചർച്ചിൽ or let നിന്ന് me ask this question, rephrase this. How we think ourselves as wise? നമ്മൾ നമ്മളെ തന്നെ ജ്ഞാനികളാണെന്ന്, നമ്മുടെ കൂടെയുള്ള ഒരാൾ ജ്ഞാനിയാണെന്ന് നമ്മൾ എങ്ങനെയാണ്, എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? Come on, kids, കുറച്ച് at least. അല്ലെങ്കിൽ വലിയവരാരെങ്കിലും. How do we consider ourselves as wise? സ്റ്റഡീസ്, പെട്ടെന്ന് പറയേണ്ട ആൻസർ അല്ലേ, നമുക്കെല്ലാം അറിയാലോ. സ്റ്റഡി, ലൈഫ് എക്സ്പീരിയൻസ്, സൂസൻ, യെസ്. യെസ്, വേറെ ജീവിതം, വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, സ്റ്റഡീസ്. സ്റ്റഡീസ്. അബിഗേസ്, സ്റ്റഡീസ് അല്ലേ? ഒരു PhD or your something, then that guy is wise in the church. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും നല്ല പഠിത്തമുള്ള ഒരാൾ ഒരു PhD ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ജ്ഞാനിയാണെന്ന് പറയും. So our calculation for wise is through the standards of this world, and that's what Paul is trying to do, through the standards of this world. നമ്മള് ജ്ഞാനിയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ്. So Paul is telling it is not about how we appear to others, but how we appear to ourselves. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. So Corinthians were thinking themselves as wise. I don't know if you remember the early slides that I put. There were wise and intellects people. When I gave the introduction, these people were really looking for slider. Yeah, here. You can see the wise and the influential, the minority, the wealthy and the elite. So the wise and the influential, they look for highly educated, prided in their wisdom and eloquence. And those people are also where in this church. You know what happened? When they had certain followers like Apollos, choose among them, and Paul among them, the other class of people started to follow them, and they caused the envy, strife, and divisions in the church. എന്നാൽ ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ വയസ്സായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകള് എഡ്യൂക്കേഷനിലും ഒക്കെ കൂടുതൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പല്ലോസിനെയും പൗലോസിനെയും ഒക്കെ കണ്ടപ്പോൾ അവരുടെ പുറകെ പോകുന്നതായിട്ടും അതിന്റെ ഇടയിൽ അക്കാര്യം പറഞ്ഞ് അവരിൽ ആരാണ് ജ്ഞാനികൾ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങും ഇങ്ങും ബഹളം ഉണ്ടാക്കുന്നതും സെപ്പറേഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ. So for you to become wise in the Lord, you have to become foolish. So what is a foolish? How you become foolish? ദൈവത്തിന്റെ മുമ്പിൽ ജ്ഞാനിയായിട്ടിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ ജ്ഞാനിയാവണമെങ്കിൽ നിങ്ങൾ മൂഢന്മാരാകണം എന്നാണ് പറയുന്നത്. How do you become foolish? പോഷന്മാരായി തീരട്ടെ എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? എങ്ങനെയാണ്? എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ എങ്ങനെ എന്നെ തന്നെ ചതിക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? What should I do not to get deceived? I should take away all the worldly things and the human wisdom that I use to consider what is wise has to be taken out one by one, right? If someone is thinking Ajo is wise, what you should do? Remove Ajo from your head and keep it outside. If someone is thinking something else and thinking that as a wise thing, take it out and then feed yourself with the word. Feed yourself with Christ, and that is how you become wise. നമ്മൾ എങ്ങനെയാണ് ജ്ഞാനിയാകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജ്ഞാനമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ലൗകിക കാര്യങ്ങളെയെല്ലാം നമ്മുടെ തലയിൽ നിന്ന് മാറ്റി നിർത്തുക. ഒരു വ്യക്തിയാണ് ജ്ഞാനി എന്ന് വിചാരിച്ചെങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജ്ഞാനം എന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തെയും ദൈവിക ജ്ഞാനത്തെയും ഉള്ളിൽ കയറ്റുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളായി. So those who are led by human wisdom in the church rather than spiritual knowledge are destroying the church as well as themselves. നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തി മനുഷ്യന്റെ ജ്ഞാനത്താൽ, സ്വന്തം ജ്ഞാനത്താൽ സഭയുടെ അടുക്കലേക്ക് വരുമ്പോൾ, സഭയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും അത് സഭയെ നശിപ്പിക്കുകയാണ്, അത് ആ വ്യക്തിയെയും നശിപ്പിക്കുകയാണ്. Maybe who are in the learning thing and all would know this. Unlearning to learn, അല്ലേ? You have heard about it, right? Unlearning to learn. ചില പഠിക്കുന്ന ആളുകൾക്കറിയാം പഠിച്ചത് മാറ്റി പഠിക്കുക എന്നുള്ളത്. പഠിച്ച കാര്യത്തിന് നമ്മൾ മാറ്റി വെച്ചാൽ പുതിയ കാര്യം പഠിക്കാൻ പറ്റത്തുള്ളൂ. So that is what Paul is trying to say. The wise thing that you built in your mind, put it away and build things which is wise, which is spiritual wisdom. അത് തന്നെയാണ് പൗലോസ് ഇവിടെയും പറയുന്നത്. നമ്മൾ ജ്ഞാനം എന്ന് ഹൃദയത്തിൽ നിരൂപിച്ചിരിക്കുന്നതായിട്ടുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ജ്ഞാനം വെച്ചാൽ മാത്രമേ നമുക്ക് ജ്ഞാനികളായി തീരൂ. Do you know what is one of the most challenging thought that each believers carry? One of the most challenging thought. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു
ചലഞ്ച് എന്താണ് ഓരോ വിശ്വാസികളുടെയും ഉള്ളിലുള്ളത് എന്നറിയാമോ? Because we live in a delusion that we are wise in the word, God's word, but actually we are unwise. നമ്മൾ അല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ ജ്ഞാനികളാണ് എന്ന് നമ്മൾ വിചാരിക്കും, എന്നാൽ നമ്മൾ അങ്ങനെയല്ല താനും. And that is what Paul is saying here to change. Do not deceive yourself. Nobody is deceiving you. See here, you are deceiving yourself. നിങ്ങളെ വേറെ ആരുമല്ല വഞ്ചിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. And that is why we need to be careful. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. So let's go to a deeper explanation in verse 19. 19-ാം വാക്യത്തിലോട്ട് പോകാം. കുറച്ചുകൂടെ നല്ല നിലയിൽ പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. Yeah, for the wisdom of the world is foolishness before God. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. Can somebody read 1 Corinthians 1:18? 1 കൊരിന്ത്യർ 1:18 വായിക്കാമോ? Yeah, it's straight opposite. So Paul is trying to conclude saying that, see, you thought this is what it is, but the wisdom of the cross is foolishness to the world is what you thought. But now I am saying, for the wisdom of the Lord of the world is foolishness with God. ക്രൂശിന്റെ സുവിശേഷം ജ്ഞാനമല്ല എന്ന അവിടെ നമ്മൾ 18-ാം വാക്യത്തിൽ വായിച്ചു. എന്നാൽ അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമാണ് എന്ന് ഇവിടെ ദൈവം പറയുകയാണ്. So 1 Corinthians 1:18, Paul is giving the response here in chapter 3 verse 19. 1 കൊരിന്ത്യർ 1:18 ആൻസർ ഇവിടെ പൗലോസ് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ 19-ാം വാക്യത്തിൽ പറയുകയാണ്. The exact opposite point mentioned here, but in divine perspective. ഇവിടെ ആത്മീയമായ നിലയിൽ ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. God's wisdom and human wisdom are polar opposites. രണ്ട് ധ്രുവത്തിലാണ്, two opposites ആണ്. ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യന്റെ ജ്ഞാനവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. Because one side you have an omniscient God who knows everything, and the other side you see a foolish man who thinks he is wise. ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് വളരെ ജ്ഞാനിയായിട്ടുള്ള സർവജ്ഞാനിയായിട്ടുള്ള ദൈവത്തെയും മറ്റടുത്ത് കാണുന്നത് ജ്ഞാനിയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഭോഷനായ മനുഷ്യനെയുമാണ്. We see the finite wisdom of God versus the finite wisdom of man versus the infinite wisdom of God. നമ്മൾ ലിമിറ്റുള്ള ഒരു ഫൈനൈറ്റ് മീൻസ് പരിമിതികളുള്ള ഒരു ജ്ഞാനത്തെയും പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ ജ്ഞാനത്തെയുമാണ് നമുക്ക് കാണാം. Paul brings a reference in the Old Testament, and that's exactly what he is quoting here. For it is written, he is the one who catches the wise in their craftiness. Let's read Job 5:13. യോബ് 5:30 വാക്യത്തിൽ പറഞ്ഞ 13-ാം വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നുള്ള വാക്യം. And also can you read 94 Psalm 94:11? It's there in the reference up above. ഈ മോളിൽ കാണിക്കുന്ന റെഫറൻസ് രണ്ടുപേര് വായിക്കുവാണെങ്കിൽ നന്നായിരിക്കും. യോബ് 5:13. യെസ്, ഓക്കെ. അടുത്തത് സങ്കീർത്തനം 94:11. Yeah. God knows that man's thoughts are futile. കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നു. It is fruitless, it's empty. ഇത് ഒന്നുമില്ലാത്തതാണ്, ഫലമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. That is why Paul is calling out to say that, my dear brethren, my dear believers in the church of Corinth, don't deceive yourself through or by the wisdom which is human wisdom. പൗലോസ് കൊരിന്ത്യരിലുള്ള ആളുകളോട് പറയുകയാണ്, എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനത്തിൽ ഊന്നി നിങ്ങളെ തന്നെ ചതിക്കാതെ സൂക്ഷിച്ചുകൊള്ളുക. Instead, become foolish. Don't think yourself as wise. Become foolish and then consume the spiritual wisdom.
നിങ്ങൾ ലോകത്തിന്റെ ജ്ഞാനികളാകാതെ ലോകത്തിൽ ഭോഷനെ നിന്നിക്കൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു. That is the real wisdom, and that person is called wise. അപ്പോഴാണ് ഒരു മനുഷ്യൻ വിശേഷാൽ ശരിക്കും ജ്ഞാനിയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because the wisdom of this world is just foolishness in the sight of God. കാരണം ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. So since we are already on time, I wanted to conclude this. I know that I'm going a bit slow because ഈ portion അങ്ങനെ പഠിച്ചാലേ എനിക്ക് തോന്നുന്നു മനസ്സിലായി. എനിക്ക് അങ്ങനെ പഠിച്ചിട്ടാ മനസ്സിലായത്. I don't know about you, and that is why probably I'll increase my pace in the coming class. Yeah. Yeah, and let's. I want to complete some more, but then we'll take it up in the next class because it's all connected. But how he concludes his chapter is so beautiful, so beautiful. If you have some time, go have a reading, and we'll try to discuss and share our thoughts in the coming class. It's a classic way he's ending that particular chapter. ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്, വളരെ ക്ലാസിക്കലായിട്ടാണ്. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് നോക്കാം. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നുവല്ലോ. So when we step into the church, let's understand this place, each one of us sitting here are people in whom the Holy Spirit is indwelling, and God is possessive and so protective of this church. നമ്മൾ ഓരോ സമയം സഭയിലേക്ക് വരുമ്പോഴൊക്കെയും നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ആളുകളുടെ ഒരുമിച്ചുള്ള അത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അത് ദൈവം വളരെ സ്നേഹത്തോടെയും ഏറ്റവും ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതും ഒന്നാണ്. അതുകൊണ്ട് ആ സൂക്ഷ്മതയോടെ നമ്മൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ hence let's be very mindful of our thoughts and our actions. നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളിലും ഒക്കെയും നമ്മൾ ഏറ്റവും സൂക്ഷ്മതയുള്ളവരായിരിക്കാം. Let this word continue to speak to us and encourage us in the days to come. ഇനി വരുന്ന ദിവസങ്ങളിലൂടെയും ഈ ദൈവത്തിന്റെ വചനം നമ്മളോട് എല്ലാവരോടും കൂടുതൽ സംസാരിക്കട്ടെ. Let his name alone be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഈ സന്ധ്യയിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി തുറന്ന് ദൈവവനത്തിൻ്റെ മുമ്പാകെ അല്പസമയം ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വചനം വളരെ ലളിതമായ നിലയിൽ ഞങ്ങൾക്ക് അങ്ങ് പ്രിയദാസനിലൂടെ